നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഏഞ്ചൽസിനോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് 6 കാർഡ് എടുക്കാം. 6 കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് ഇന്നും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, നാലാമത്തെ കാർഡ്, അഞ്ചാമത്തെ കാർഡ്, ആറാമത്തെ കാർഡ്. ഒന്നാമത്തെ കാർഡ് ഫൂളാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് പേജ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. നാലാമത്തെ കാർഡ് 8 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ സ്പ്രെഡ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ എപ്പോൾ ചോദിച്ചാലും കിട്ടുന്നൊരു ആൻസറാണ് പേജ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുമെന്നാണ് ഈ സ്പ്രെഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ സ്പ്രെഡ്സിലും അങ്ങനെ പേജിൻ്റെ ഒരു കാർഡ് വന്നിരിക്കും. അപ്പം ആദ്യത്തെ ദ ഫൂൾ എന്ന കാർഡാണ്. ദ ഫൂൾ എന്ന കാർഡ് പറയുന്നത് പാസ്റ്റിനെയൊക്കെ ഉപേക്ഷിച്ച ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നെടുക്കും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള ബന്ധം ആ വ്യക്തിക്ക് ഒത്തിരി പ്രീഷ്യസായിട്ട് ആ വ്യക്തി കാണുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യക്തി പുള്ളിയുടെ ആ ഒരു വ്യക്തിപരമായ സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിക്കുമെന്നാണ് ഒന്നാമത്തെ കാർഡ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. മുന്നോട്ട് ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും ആ വ്യക്തി മുന്നോട്ട് കാലെടുത്ത് വന്നിരിക്കും എന്നാണ് ഈ സ്പ്രെഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ജസ്റ്റിസിൻ്റെ കാർഡാണ്. ജസ്റ്റിസിൻ്റെ കാർഡ് പറയുന്നത് നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ്. സാധാരണമായിട്ട് ജഡ്ജസ് ഈ കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ടൊരു നീതി നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. നമുക്ക് ജസ്റ്റിസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും നാളെ വ്യക്തിയിൽ നിന്നൊരു നീതി ലഭിച്ചിട്ടില്ലെങ്കിൽ ആ നീതി യൂണിവേഴ്സായിട്ട് നടപ്പാക്കാൻ പോകുന്നു എന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പേജുകൾ എപ്പോഴും ഒരു സന്ദേശവാഹകരാണ്. അപ്പോൾ പേജ് ഓഫ് വാൺസിൻ്റെ എനർജി വരുന്നത് അധികം താമസിയാതെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുമെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളോട് നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ബ്ലോക്ക് ചെയ്തോ ഒക്കെ പോയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഇപ്പം മിണ്ടുന്നില്ല എങ്കിലും നിങ്ങളെ കോൺസെൻട്രേറ്റ് ആ വ്യക്തി ചെയ്യുന്നുണ്ട് എന്നാണ് ഈ കാർഡിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിലും ബ്ലോക്ക് ചെയ്താൽ പോണേലും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അധികം താമസിയാതെ ആ വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത കാർഡ് പറയുന്നത് 8 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഈ കാർഡ് എല്ലാത്തിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസിഷനും എടുക്കത്തില്ല, ഒരു തീരുമാനങ്ങളും ആ വ്യക്തിയിൽ നിന്ന് വരുന്നുമില്ല, മുന്നോട്ട് ആ വ്യക്തി ചലിക്കുന്നുമില്ല. പിന്നെ കണ്ണും കയ്യും കാല് ഫ്രീ ആണ്, പക്ഷെ കണ്ണും കയ്യും സ്വന്തമായിട്ട് തന്നെ വിചാരിച്ച് ബന്ധിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ കാർഡിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം ആ വ്യക്തി തന്നെ വിചാരിച്ച് ആ വ്യക്തി അങ്ങനെ ജീവിക്കുകയാണെന്നർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടൊരു ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനൊരു ആ വ്യക്തിയിൽ നിന്ന് വ്യക്തിപരമായ ഒരു നീക്കവും നടത്തുന്നില്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒന്നും ആ വ്യക്തിക്കൊരു ചിന്തയില്ല. എങ്ങനെയോ കഴിയുന്നു അങ്ങനെ തന്നെ കഴിഞ്ഞു പോയാൽ മതിയെന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത്. അപ്പോൾ ഓരോ കാർഡുകൾ ഓരോരുത്തർക്കായിരിക്കും റെസിനേറ്റ് ആവുക. അപ്പം അടുത്ത കാർഡ് എന്താ പറയുന്നത് 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ആ വ്യക്തി ഈ സ്നേഹത്തിൽ വളരെയധികം സന്തുഷ്ടനാണ്. ഈ ഒരു ബന്ധം കൊണ്ട് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. അതുകൊണ്ട് ആ വ്യക്തി സന്തുഷ്ടനായിട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളേക്കുമായിട്ടൊരു നോ കോണ്ടാക്റ്റോ മറ്റോ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നെടുക്കാൻ ചാൻസ് ഉള്ളതായിട്ട് ആ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളോടൊത്ത് ചെലവഴിക്കണമെന്നും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കപ്പിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും
അത് സ്നേഹവുമായിട്ടോ റിലേഷൻഷിപ്പുമായിട്ടോ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതാണ് കപ്പുകളുടെ എനർജി. അപ്പോൾ അതൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒക്കെ ആ വ്യക്തിക്ക് ആഗ്രഹമുള്ളതായിട്ടാണ് നിങ്ങൾക്ക് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ വ്യക്തി ഒന്നും തുറന്നു പറയാൻ തയ്യാറല്ല, കമ്മ്യൂണിക്കേഷനും കറക്റ്റല്ല. പക്ഷേ എന്തുകൊണ്ടോ ആ വ്യക്തിക്ക് ഈ ബന്ധത്തിൽ വളരെയധികം ഇഷ്ടമുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ട് എന്നാണ് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്തത് 2 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹേതര ബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ഇതാവുന്ന ഒരു സ്പ്രെഡാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഡ് എന്ന് പറഞ്ഞാൽ 2 ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ ആ കാർഡ് ആ വാൺസിനെ പിടിക്കാതെ ഈ വാൺസിൽ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. ആ വ്യക്തിയുടെ കയ്യിലുള്ള ഗ്ലോബ് എന്ന് പറയുമ്പോൾ അതൊരു ലോകമാണ്. അപ്പം ആ വ്യക്തി വിചാരിക്കുന്നത് ഈ വാട്സിൽ പിടിച്ചിരിക്കുന്ന അത് തന്നെയാണ് എൻ്റെ ലോകം എന്നാണ് ആ വ്യക്തി ആലോചിക്കുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നെടുക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. എൻ്റെ ലോകത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് സ്നേഹമോ വാല്യൂ ഒന്നും തരാത്ത ആ റിലേഷനിലേക്ക് എനിക്ക് പോകാൻ താല്പര്യം ഇല്ല. ചില ബന്ധങ്ങൾ അങ്ങനെ ആയിരിക്കും. ഒരു പേരിന് മാത്രം കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നെടുത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് ഇങ്ങോട്ട് വരാനും നിങ്ങളോടൊത്ത് തുടർച്ചയായിട്ട് നിന്ന് പോകാനും ആ വ്യക്തി ഒത്തിരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നെടുക്കുമെന്നാണ് ഈ സ്പ്രെഡ് പറഞ്ഞു തന്നത്. ഓൾ ഓവറായിട്ട് ഈ കാർഡ് ഒഴികെ ബാക്കിയെല്ലാം ഒരു നല്ല വ്യക്തിബന്ധങ്ങൾ കാണിക്കുന്ന ഒരു കാർഡായിട്ടാണ് വന്നത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാർഡുകളിലൊക്കെ നിങ്ങളെ ഒരു കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഇതാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ കാർഡിൽ നിങ്ങൾ കണ്ണും കയ്യും ഒഴിച്ച് നിങ്ങളുടെ ചിന്തകൾ ഒഴിവാക്കി നിങ്ങൾ തന്നെ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ ബന്ധം വന്നെടുക്കുമെന്നാണ് ഇത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് നമ്മൾ ഏഞ്ചൽ റീഡിങ്ങിൽ കാണാറുണ്ട്. അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സ്പ്രെഡ് ഈ 6 കാർഡ് സ്പ്രെഡ് ഈ ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ റീഡിങ് റെസൊനേറ്റ് ആയെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.